ഡിയർ ഫ്രണ്ട്സ്, ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി 2024 ഓഗസ്റ്റ് 1 പ്രസ്താവിച്ച വിധിന്യായത്തിൽ പട്ടിക ജാതി വർഗ വിഭാഗങ്ങൾക്ക് ക്രീമി ലെയർ നടപ്പാക്കണമെന്നും ഉപസംവരണം നടപ്പാക്കണമെന്നും ശുപാർശ ചെയ്യുകയുണ്ടായി. പ്രസ്തുത വിധിന്യായത്തിൻ്റെ 671 പേജ് മലയാളത്തിൽ വിശദീകരിക്കുകയാണ് ഈ വീഡിയോയിൽ ചെയ്യുന്നത്. ചീഫ് ജസ്റ്റിസ് രചിച്ച പണ്ഡിതോചിതമായ വ്യത്യസ്ത അഭിപ്രായങ്ങളോട് യോജിക്കുന്നു എന്നും ജസ്റ്റിസും ബ്രദർ ജസ്റ്റിസ് ഗവായിയും യുടെയും വീക്ഷണത്തിൽ ഇനി പറയുന്ന രീതിയിൽ സംഗ്രഹിക്കുന്നു. അങ്ങനെ 670ഓളം പാരഗ്രാഫുകളിലുള്ളതിൻ്റെ സംഗ്രഹണമാണ് 671 പാരഗ്രാഫിൽ പറയുന്നത്. അതിലെ ഒന്നാമത്തെ ഉപഖണ്ഡിക പറയുന്നത് ഭരണഘടനയ്ക്ക് കീഴിലും അതിൻ്റെ അടിസ്ഥാനത്തിലും സംവരണ നയം വിവിധ ഭേദഗതികൾക്കും പുതിയ പുനരവലോകനങ്ങൾക്കും മറ്റു രീതികളുടെ പരിണാമവും ആവശ്യമാണ്. അവിടെ പറഞ്ഞേക്കുന്നത് എന്താണ്? ഭരണഘടനയ്ക്കും കീഴിലാണ് സംവരണം നിലവിൽ വന്നിട്ടുള്ളത്. അതുകൊണ്ട് ഭരണഘടനയ്ക്ക് കീഴിലും അതിൻ്റെ അടിസ്ഥാനത്തിലും സംവരണം എന്ന് പറയുന്ന നയം വിവിധ ഭേദഗതികൾക്കും പുതിയ പുനരവലോകനങ്ങൾക്കും മറ്റു രീതികളുടെ പരിണാമവും ആവശ്യമാണ്. എന്ന് പറഞ്ഞാൽ സംവരണത്തിൽ പുതിയ ഭേദഗതികളും ആലോചനകളും ആവശ്യമാണ് എന്ന് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു. അധസ്ഥിതരെയോ വ്യക്തികളെയോ സഹായിക്കുന്നതിനും ഉയർത്തുന്നതിനും വേണ്ടി SC, ST, OBC കമ്മ്യൂണിറ്റികളിൽ സംവരണം നടപ്പാക്കുകയും ചെയ്യുന്നു. അപ്പം അധസ്ഥിതരെ ഉയർത്തുന്നതിന് വേണ്ടിയാണ് SC എന്നും ST എന്നും OBC എന്നും തരംതിരിപ്പ് നടത്തിയതും സംവരണം നടപ്പാക്കിയതും അധസ്ഥിതരെ ഉദ്ധരിക്കുന്നതിന് വേണ്ടിയാണ് എന്ന് സുപ്രീം കോടതി പറയും. ഇത്രയും കാലം ഒരു പുതിയ രീതി വികസിപ്പിച്ചെടുക്കുകയോ സ്വീകരിക്കുകയോ ചെയ്തില്ല. SC, ST, OBC വിഭാഗങ്ങൾക്ക് അധസ്ഥിതരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയും അവരെ അപ്ലിഫ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ് ഉണ്ടാക്കിയത്. എങ്കിൽ ഈ 77 വർഷം വരെ അതുപോലെ നിലനിൽക്കുകയാണ് ചെയ്തത്. അതിൽ ഒരു പുതിയ രീതി വികസിപ്പിച്ചെടുത്തിട്ടില്ല. അതുകൊണ്ടൊരു പുതിയ രീതി വികസിപ്പിച്ചെടുക്കണം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത്. നിലവിലുള്ള സംവരണ നയം ഈ മേഖലയിൽ തുടരാം. പ്രത്യേകിച്ച് പട്ടികജാതി വിഭാഗത്തെ ഒന്നായി ഉപവർഗീകരണം അനുവദിക്കുന്നുള്ള അധികാരത്തോടു കൂടി നിലവിലുള്ള ഒരു സംവിധാനത്തെ നിലനിർത്തണം. അപ്പം നിലവിൽ നമ്മളൊരു കെട്ടിടമുണ്ട്. ആ കെട്ടിടം അല്ലെങ്കിൽ ആ സ്ഥിതി പാടെ തച്ചുടയ്ക്കുകയല്ല ചെയ്യുന്നത്, അതിനെ പുനരുദ്ധരിക്കുകയാണ് ചെയ്യുന്നത് എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. എന്നാൽ സംവരണ നയത്തിലെ പട്ടികജാതി വിഭാഗങ്ങളെ പൂർണ്ണമായും ഒഴിവാക്കിക്കൊണ്ട് സംവരണം നടപ്പാക്കുകയല്ല, ആ നിലവിലുള്ള കെട്ടിടത്തെ അല്ലെങ്കിൽ ഒരു സമ്പ്രദായത്തിനെ പുനരുദ്ധരിക്കുകയാണ് ചെയ്യുന്നത്. മാത്രമല്ല, ആ നിലവിലുള്ള സംവരണത്തിൻ്റെ സ്ഥാനത്ത് പുതിയ രൂപഭാവങ്ങളോടുകൂടി സംവരണത്തെ അവതരിപ്പിക്കുന്നു. അടുത്ത രണ്ടാമത്തെ പാരഗ്രാഫ് പറയുന്നത് എന്ന് പറഞ്ഞാൽ 671 ഉപപാരഗ്രാഫ് 2. ഭരണത്തിൽ നിലവിൽ ജാതി വ്യവസ്ഥയില്ല. ഭരണഘടനയിൽ ജാതി വ്യവസ്ഥയില്ല. രാജ്യത്തിന് ജാതി വ്യവസ്ഥ ഉണ്ട്. അപ്രകാരമുള്ള വ്യവസ്ഥകളിലൊഴികെ ജാതിരഹിത സമൂഹത്തിലേക്ക് നീങ്ങി അധസ്ഥിതർക്ക് സംവരണം നൽകാനുള്ള പരിമിതമായ ഉദ്ദേശങ്ങളായിട്ടാണ് ഭരണഘടനയ്ക്കും കീഴിൽ SC, ST, OBC എന്ന വിഭാഗങ്ങളെ വർഗീകരിച്ചത്. അപ്പം നിലവിൽ ഭരണഘടനയിൽ ജാതിയില്ല, പക്ഷേ രാജ്യത്ത് ജാതിയുണ്ട്. ഈ ജാതിയുള്ള വിഭാഗത്തിനെ ജാതിരഹിത വിഭാഗമായി കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ്
ഭരണഘടനയ്ക്കും കീഴിൽ സംവരണം കൊണ്ടുവന്നത്. അല്ലാതെ ജാതിയെ നിലനിർത്തിക്കൊണ്ട് എക്കാലവും സംവരണം കൊടുക്കുക എന്നതല്ല ഉദ്ദേശം എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. അങ്ങനെ ജാതിരഹിത സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ് SC, ST, OBC വിഭാഗങ്ങളിൽ ക്ലാസുകൾ തിരിച്ചത്. എന്ന് പറഞ്ഞാൽ SC, ST, OBC എന്ന് ഇന്ത്യൻ ജനതയെ വർഗീകരിച്ചത് ജാതിരഹിത സമൂഹം സൃഷ്ടിക്കുന്നതിന് വേണ്ടിയാണ്. അതിനാൽ ഏതെങ്കിലും മേൽപ്പറഞ്ഞ വിഭാഗത്തിലുള്ള വ്യക്തികളുടെ പ്രമോഷനുള്ള സൗകര്യമോ പ്രത്യേക അവകാശമോ ഉണ്ടായിരിക്കണം. അതുകൊണ്ട് ഈ SC, ST, OBC വിഭാഗങ്ങളിൽ ആ ജാതിയിൽ തന്നെ നിലനിർത്താതെ അവരെ ജനറൽ കാറ്റഗറൈസ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള സംവിധാനവും ഉണ്ടാകണം എന്നാണ് പറഞ്ഞത്. ജാതി അല്ലാതെ തികച്ചും വ്യത്യസ്തമായ മാനദണ്ഡങ്ങളിൽ സാമ്പത്തികമോ ആകാം സംവരണത്തിൻ്റെ മാനദണ്ഡം. അപ്പം സംവരണത്തിൻ്റെ മാനദണ്ഡം ജാതിയല്ല, സാമ്പത്തികമായി വേണം സംവരണം നടപ്പാക്കാൻ എന്നാണ് ഈ ഭാഗത്ത് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. അല്ലെങ്കിൽ ജീവിത നിലവാരമാകണം സംവരണത്തിൻ്റെ മാനദണ്ഡം, അല്ലെങ്കിൽ തൊഴിലാകണം സംവരണത്തിൻ്റെ മാനദണ്ഡം, അല്ലെങ്കിൽ ഓരോരുത്തരും ലഭ്യമായ സൗകര്യങ്ങളോടുകൂടി താമസ സ്ഥലമായിരിക്കണം സംവരണത്തിൻ്റെ മാനദണ്ഡം. അതായത് മുനിസിപ്പാലിറ്റി താമസിക്കുന്നവർ സംവരണം വേണ്ട, പഞ്ചായത്തിൽ താമസിക്കുന്നവർ സംവരണമാകാം, അങ്ങനെയാകാം. അതായത് ഗ്രാമം, നഗരം, തൊഴിൽ, ജീവിത നിലവാരം, സാമ്പത്തികം എന്നീ മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ സംവരണത്തിനെ പുനഃക്രമീകരിക്കണമെന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറയുന്നത്. 671-ാമത്തെ പാരഗ്രാഫിൻ്റെ 3-ാമത്തെ ഉപപാരഗ്രാഫ്. സംവരണം ഏതെങ്കിലും ഉണ്ടെങ്കിൽ ആദ്യ തലമുറയ്ക്കോ ഒരാൾക്കോ മാത്രമായി പരിമിതപ്പെടുത്തേണ്ടതുണ്ട്. അതായത് ഒരു തലമുറയിൽ സംവരണം ലഭിച്ചാൽ അതിലെ രണ്ടാം തലമുറയിൽ